അങ്ങനെ അവിടുത്തെ നാളിൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ തീരുമാനിച്ചത്. കാരണം എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 3-4 ദിവസമായിട്ട് സദ്യ തന്നെയല്ലേ. അപ്പോൾ അത് കാരണം ഇന്ന് ബിരിയാണിയുമേ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓണത്തിന് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാരും ഏട്ടന്മാരും മക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ അടുപ്പത്ത് ഇങ്ങനെ മുരുമുരാന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. വിജി ഇതവിടെ ബിരിയാണി ചെമ്പ് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ വഴറ്റുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കുടുംബത്തിൽ ഓരോരുത്തർ വരാനുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ കൊഴിഞ്ഞ് മാറി. അപ്പോൾ ഏകദേശം ഇതാ ചിക്കനിങ്ങനെ പൊരിച്ച് റെഡിയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും എത്തി പൊരിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ നിലത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ടൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയതറിയില്ല. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അവരെ വീട്ടിൽ ചെന്നാലും തന്നെയാണ് പരിപാടി. കാരണം മക്കളും ചെറുകുട്ടികളൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഓണവിശേഷം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോണിൻ്റെ ഒരു മങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷമിക്കുക, കാരണം ഫോണ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണവിശേഷം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.